ഇതിൽ നമുക്ക് നോക്ക് ഫേസ്ബുക്ക് ഉണ്ട്, പിന്നെ അങ്ങനത്തെ കുറേ ട്വിറ്റർ ഉണ്ട്, അങ്ങനത്തെ കുറേ ആപ്ലിക്കേഷൻ ഉണ്ട്. താഴെ നമുക്ക് മെയിനായിട്ട് വേണ്ട വാട്സപ്പ് ഉണ്ട്. പിന്നെ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ NS2 ടെക്. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ മൊബൈൽ ഫോണിൽ കുറേ ആപ്ലിക്കേഷനൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നവരാണ്. വാട്സപ്പ്, അങ്ങനത്തെ ഫേസ്ബുക്ക്, കുറേ ആപ്ലിക്കേഷൻ, ആമസോൺ, ഫ്ലിപ്കാർട്ട്, അങ്ങനത്തെ കുറേ ആപ്ലിക്കേഷൻ, സോഷ്യൽ മീഡിയ ആണെങ്കിലും ഇനി എന്തെങ്കിലും പർച്ചേസ് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ കാൽക്കുലേറ്റർ പോലത്തുള്ള ആപ്ലിക്കേഷനുകളും. പക്ഷേ ഇതിൽ കുറച്ച് ആപ്ലിക്കേഷനൊക്കെ നമ്മളെ മൊബൈൽ ഫോണിൽ തന്നെ അവൈലബിൾ ആണ്. മൊബൈൽ ഫോൺ ആപ്പ് ആയിട്ട് വരുന്ന ആപ്ലിക്കേഷനൊക്കെ തന്നെയാണ്. അപ്പൊ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ ഫേസ്ബുക്ക് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നവരാണ്, പിന്നെ വാട്സപ്പ് അങ്ങനത്തെ ആപ്ലിക്കേഷനൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നവരാണ്. പക്ഷെ ഇതൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റോറേജ് അധികം ഫുൾ ആവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ 32 GB സ്റ്റോറേജ് ഉള്ളവർക്കൊക്കെ കൂടുതലായിട്ടും പണി കിട്ടുന്ന ഒരു സാഹചര്യം ഇതിൽ വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ 60 MB ഒക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ച് വരുമ്പോൾ ചിലപ്പോൾ ഈ ആപ്ലിക്കേഷൻ എന്താവും, ഇപ്പോൾ വാട്സപ്പ് ഒക്കെ നമുക്ക് ക്ലിയർ ഡാറ്റ ഒന്നും ചെയ്യാൻ പറ്റില്ല. ക്ലിയർ ഡാറ്റ ചെയ്താൽ പിന്നെ വീണ്ടും അത് പുതിയ ഒരു മോഡലായിട്ട് വരും. പിന്നെ നമ്മൾ അതിലേക്ക് കൊടുക്കുമ്പോൾ നമ്മൾ പുതിയതായിട്ട് കൊടുക്കണം, നമ്മൾ ചാറ്റൊക്കെ പോകുന്നതായിരിക്കും. അപ്പൊ ഇത് ഇങ്ങനത്തെ പല പ്രശ്നങ്ങളും നമ്മൾ നേരിടുന്നുണ്ടല്ലേ. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ആപ്ലിക്കേഷനൊക്കെ ഒറ്റ ആപ്പിൽ നമുക്ക് ഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ടോർച്ച് ആണെങ്കിലും എല്ലാ ആപ്ലിക്കേഷനും, ഇപ്പൊ ഗെയിമിംഗ് ഒക്കെ നമുക്ക് എത്ര ഗെയിമിംഗ് വേണോ ആ ഗെയിമിംഗ് മൊത്തം ഒറ്റ ആപ്ലിക്കേഷനിൽ. ഗെയിമിംഗ് ആപ്ലിക്കേഷൻ, പർച്ചേസിങ് ആപ്ലിക്കേഷൻ, പിന്നെ സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻ, പിന്നെ നമുക്ക് അങ്ങനത്തെ കുറെ ആപ്ലിക്കേഷൻ, നമുക്ക് മൊബൈൽ ഫോണിൽ വേണ്ടതായിട്ടുള്ള ടെക്സ്റ്റ് ചെയ്ത് വെക്കാനുള്ള ആപ്ലിക്കേഷനൊക്കെ കുറെ ആപ്ലിക്കേഷൻ നമ്മൾ മൊബൈൽ ഫോണിൽ ഒറ്റ ആപ്ലിക്കേഷൻ കൊണ്ട് ഈ ആപ്ലിക്കേഷൻ മൊത്തം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ട്രിക്കാണ്. അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായും യൂസ്ഫുൾ ആവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഓരോ പോയിന്റും അതിലെ ആപ്ലിക്കേഷനെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾ ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ കാണും, അവിടെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വെച്ച് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ടെക്നോളജി വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനായി നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്തു. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ പെർമിഷനൊക്കെ ആളോ ചെയ്യാൻ വരുന്നതായിരിക്കും. നമ്മൾ പെർമിഷനൊക്കെ ആളോ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലായിരിക്കും വരുന്നത്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും കുറേ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. കണ്ടോ, നമുക്ക് ഇഷ്ടം പോലെ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. നമ്മൾ മൊബൈൽ ഫോണിൽ വേണ്ടപ്പെട്ടതും വേണ്ടാത്തതായിട്ടുള്ള കുറേ ആപ്ലിക്കേഷൻ ഉണ്ട്. നമുക്ക് എന്തായാലും ഇത് യൂസ്ഫുൾ ആവുന്ന ആപ്ലിക്കേഷനാണ്. ഞാനിപ്പോൾ നോട്ടീസ് ബോർഡിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. നമുക്കിവിടെ ടൈറ്റിൽ കൊടുത്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ എന്താക്കാം, ടൈറ്റിൽ കൊടുത്തതിന് ശേഷം നമുക്ക് എന്താണ് നോട്ടീസ് ചെയ്യേണ്ടത് അതൊക്കെ നമുക്ക് അവിടെ ടൈപ്പ് ചെയ്ത് വെക്കാവുന്നതാണ്. ഞാനിപ്പോൾ ടൈറ്റിൽ കൊടുത്തേക്കുന്നത് എൻ്റെ ചാനലിൻ്റെ പേരാണ് NS2 ടെക് എന്നാണ്. എന്നിട്ട് ഞാൻ ടെക്നോളജി യൂട്യൂബ് ചാനലിൽ നിന്ന് കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇത് മാത്രമല്ല കേട്ടോ, നിങ്ങൾക്ക് ഇതിൽ നോട്ടീസ് ബോർഡ് മാത്രമല്ലുള്ളത്, വേറെ കുറേ ആപ്ലിക്കേഷൻ ഉണ്ട്. അതൊക്കെ ഞാൻ ഇതിൽ കാണിച്ചു തരുന്നതാണ്. ഞാനിപ്പോൾ ഒന്ന് ബേക്ക് ഇറങ്ങിയതിന് ശേഷം ഞാനിപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഇപ്പോൾ വോയിസ് ട്രാൻസ്ലേഷൻ, അപ്പോൾ ഏതെങ്കിലും ഒരു നമുക്കറിയാത്ത ഒരു ഭാഷ നമുക്കതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നൊരു വേറെ ഏതെങ്കിലുമൊക്കെ ആപ്ലിക്കേഷൻ കയറ്റുന്നതാണ്, അല്ലെങ്കിൽ നമ്മൾ ഗൂഗിളിലൊക്കെ പോയി എടുക്കുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഇംഗ്ലീഷ് സെലക്ട് ചെയ്തതിന് ശേഷം ഇംഗ്ലീഷ് എനിക്ക് വേറെ ഏതെങ്കിലും ഭാഷ, ഇപ്പോൾ ഞാൻ ചൈനീസിൽ തന്നെ കൊടുക്കാം. ചൈനീസിലേക്ക് ആക്കണം. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ പേര് തന്നെ കൊടുക്കുകയാണ്, നന്ദു എന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാനത് ചൈനീസിലേക്ക് ആക്കിയപ്പോൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. കണ്ടോ, നമുക്ക് ഇനി ആ സൗണ്ടിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വോയിസ് ആയിട്ട് കേൾക്കാൻ പറ്റുന്നതാണ്. പിന്നെ അത് മാത്രമല്ല കേട്ടോ, ഇതിൽ വേറെയും കുറേ ഓപ്ഷനുകളുണ്ട്. നമുക്ക് ടോർച്ചൊക്കെ ഇതിൽ അവൈലബിൾ ആണ്. അതൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതേതോ ഒരു ആപ്ലിക്കേഷനാണ്. ഇതൊക്കെ കുറേ ആപ്ലിക്കേഷൻ ഉണ്ട്. നമ്മൾ മൊബൈൽ ഫോണിൽ വേണ്ടപ്പെട്ടതും വേണ്ടാത്തതുമായിട്ടുള്ള കുറേ ആപ്ലിക്കേഷൻ ഉണ്ട്. പക്ഷേ ഇതെല്ലാം 7 MB ആയിട്ടുള്ളൂ. 7 MB കൊണ്ട് ഇത്ര അധികം പ്രയോജനമാണ് വരുന്നത്. പിന്നെ ഇതിൽ നമുക്ക് ടോർച്ച് ഒന്ന് കാണിച്ചു തരാം. സ്മാർട്ട് ടോർച്ച് ഒന്ന് കാണിച്ചു തരാം, ഫ്ലാഷ് ലൈറ്റ്. ഞാനതൊന്ന് ക്ലിക്ക് ചെയ്തപ്പോൾ അത് ഓണായതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് സ്ക്രീൻ റെക്കോർഡ് എടുത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കാത്തത്. ഞാൻ എന്നിട്ട് ഇവിടുന്ന് കാണിച്ചു തരാം. നമുക്കിവിടെ എന്താക്കാം, മിററൊക്കെ എടുക്കാൻ സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് സ്കാൻ ചെയ്യാനുള്ള കുറേ ഓപ്ഷനൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ അതൊന്ന് സ്കാൻ ചെയ്ത് കാണിച്ചു തരാം. സ്കാൻ ചെയ്ത് കാണിക്കാൻ വേറൊന്നുമില്ല,
ഞാനിപ്പോൾ അതൊന്ന് ഓപ്പൺ ആക്കി കാണിച്ചത്. ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. സ്കാനിങ്ങിൻ്റെ ഒരു ഓപ്ഷൻ വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ നമുക്ക് താഴെ പോയ കുറേ ഓപ്ഷൻ ഉണ്ട്. നമ്മളെ ഹാർട്ട് ബീറ്റ് നോക്കാനുള്ളതൊക്കെ നമുക്ക് ഇത് കാണാൻ സാധിക്കും. ഞാനിപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് കാണിച്ചു തരാം. അതായത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. കണ്ടോ, ഹാർട്ട് ബീറ്റ് നോക്കാനുള്ള കുറേ ഓപ്ഷനൊക്കെ അവിടെ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല വേറെ കുറച്ച് ഓപ്ഷനൊക്കെ അവിടെ കാണാൻ സാധിക്കുന്നതാണ്. കണ്ടോ, ഇതൊക്കെ നമ്മൾ ഇൻ്റർനെറ്റിൻ്റെ സ്പീഡൊക്കെ നോക്കാനുള്ള ആപ്ലിക്കേഷനൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് കുറേ എന്താ പറയുക, ബാറ്ററി സേവിങ് അങ്ങനത്തെ ആപ്ലിക്കേഷൻ ഉണ്ട്. പിന്നെ നമുക്ക് എന്താക്കാം, അത് താഴെ ഉള്ള ഓപ്ഷൻ ഉണ്ട്, പോപ്പപ്പിൻ്റെ ഉണ്ട്. പിന്നെ വൈബ്രേഷൻ മൊബൈൽ വൈബ്രേഷനുള്ള ആപ്ലിക്കേഷൻ ഉണ്ട്. പക്ഷേ ഇതൊക്കെ കുറച്ചൊക്കെ നമ്മളെ മൊബൈൽ ഫോണിൽ തന്നെ വരുന്നതായിരിക്കും. പിന്നെ നമ്മൾ ആ 3 ഡോട്ടിൽ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഷോപ്പിങ്ങിൻ്റെ ആപ്ലിക്കേഷൻ ഒക്കെ ഉണ്ട്. പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഗെയിമിങ്ങിൻ്റെ ഒരു ഇതുണ്ട്. പിന്നെ നമുക്ക് കാണാൻ സാധിക്കും ഓൾ സോഷ്യൽ മീഡിയ എന്ന് കാണാൻ സാധിക്കും. കണ്ടോ, ഓൾ സോഷ്യൽ മീഡിയ. പിന്നെ അടുത്ത് നമുക്ക് കാണാൻ സാധിക്കും ന്യൂസ്, ഓൾ ന്യൂസ് കാണാൻ സാധിക്കും. ഞാനിപ്പോൾ ഒന്ന് ഗെയിമിങ്ങിൻ്റെ ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം. ഗെയിമിംഗ് കണ്ടു, ഇഷ്ടം പോലെ ഗെയിമിംഗ് ആണ് വരുന്നത്. നമുക്ക് സാധാരണയായിട്ട് കളിക്കാൻ പറ്റുന്ന കുറേ ഗെയിമിംഗ് ഉണ്ട്. കുട്ടികൾക്കൊക്കെ തീർച്ചയായും യൂസ്ഫുൾ ആവുന്ന ഒരു ഗെയിമിങ്ങിൻ്റെ ഒരു സംഭവമാണ്. കണ്ടോ, ഇത് ഇഷ്ടം പോലെ ഗെയിമിംഗ് ഉണ്ട്. ഈ 7MB കൊണ്ടുള്ള പ്രത്യേകതയാണ്. പിന്നെ ഞാൻ വേറെ ഒന്ന് കാണിച്ചു തരാം. സോഷ്യൽ മീഡിയ ഒന്ന് എടുത്തേക്കാം. സോഷ്യൽ മീഡിയയിൽ നമുക്ക് നോക്ക്, ഫേസ്ബുക്ക് ഉണ്ട്. പിന്നെ അങ്ങനത്തെ കുറേ ട്വിറ്റർ ഉണ്ട്. അങ്ങനത്തെ കുറേ ആപ്ലിക്കേഷൻ ഉണ്ട്. താഴെ നമുക്ക് മെയിനായിട്ട് വേണ്ട വാട്സപ്പ് ഉണ്ട്. പിന്നെ സ്നാപ്ചാറ്റ് ഉണ്ട്. കുറേ ഉണ്ട് കേട്ടോ. കണ്ടോ, ഇതിൽ നമുക്ക് അതൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. കുറേ ആപ്ലിക്കേഷൻ ഉണ്ട്. ഗൂഗിൾ ഉണ്ട്. അങ്ങനത്തെ കുറേ ആപ്ലിക്കേഷൻ ഉണ്ട്. പിന്നെ ഞാനിപ്പോൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഓൾ ന്യൂസ് കണ്ടോ, എല്ലാ ന്യൂസ് ചാനലിലും ഇതിൽ അവൈലബിൾ ആണ്. BBC ന്യൂസ് ഉണ്ട്. പിന്നെ അങ്ങനത്തെ കുറേ ന്യൂസ് ഉണ്ട്. നമുക്ക് നാസ ഉണ്ട്. നമുക്കിവിടെ കാണാൻ സാധിക്കും നാസ. അങ്ങനത്തെ കുറേ ബെസ്റ്റ് എന്ന് പറയാനുള്ള ന്യൂസൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് അടുത്ത ഷോപ്പിങ്ങിൻ്റെ ആമസോൺ ഉണ്ട്. പക്ഷേ ഇതിൽ ഫ്ലിപ്കാർട്ട് ഇല്ല കേട്ടോ. അതാ ഒരു കുറവായിട്ട് തോന്നി, ഫ്ലിപ്കാർട്ട് ഇല്ലാത്ത. ചിലപ്പോൾ അത് അവിടുത്തെ അപ്ഡേഷനിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അത് മാത്രമല്ല കുറേ. പിന്നെ നമുക്കിതിൽ വേറെ ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്കിത് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ആർക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് അവർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലോസ് ആവുന്നതായിരിക്കും. എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ്. സ്റ്റോറേജൊക്കെ ഫുള്ളാവാതെ ഇരിക്കാനായിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡൗൺലോഡ് ചെയ്യാം. അപ്പൊ ഞാൻ ഫേസ് കാട്ടി വീഡിയോ ചെയ്തിട്ട് ഏകദേശം 2 days ആയി. കാരണം എന്താന്ന് വെച്ചാൽ ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു, നമ്മളെ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഫേസ് കാണിക്കാതെ വീഡിയോ ചെയ്തത്. അപ്പൊ ഞാനിപ്പോ വീഡിയോ എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെ സൺലൈറ്റ് വെച്ചാണ്. ഇപ്പോൾ ഏകദേശം ഒരു 12 മണി ആ സമയത്ത് സൺലൈറ്റ് കൂടുതലായിട്ട് വരും. അപ്പോൾ റൂമിൻ്റെ ഉള്ളിലേക്കൊക്കെ വരും. അങ്ങനെ ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ മഴ മൂടിയിരിക്കുന്നത് കൊണ്ട് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയിരുന്നില്ല. അപ്പൊ ഇന്നാണ് എനിക്ക് ഫേസ് കാണിച്ച് വീഡിയോ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ക്ഷമിക്കുക. എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, വാട്സപ്പിൽ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ ഫേസ് കാണിക്കാതെ വീഡിയോ ചെയ്തതെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ പറഞ്ഞത് കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ, മറ്റുള്ള ഫ്രണ്ട്സിനും എന്തായാലും ഈ വീഡിയോ യൂസ്ഫുൾ ആവും മറക്കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും സംശയങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ നിങ്ങൾ മറക്കാതെ എൻ്റെ ചാനലിൽ പോയി വ്യൂ ചെയ്ത് നോക്കുക. വ്യൂ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ വീഡിയോകൾ പ്രയോജനപ്പെടുന്ന കുറേ വീഡിയോകൾ അതിലുണ്ടാവും. കണ്ടേ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോകൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ മറക്കാതെ ലൈക്ക് ചെയ്യാനൊക്കെ ശ്രമിക്കുക. പിന്നെ എൻ്റെ ചാനൽ മറക്കാതെ താഴെ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ കാണാം, അവിടെ പോയി സബ്സ്ക്രൈബ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്ത പുതിയ ടെക്നോളജി വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതിനുവേണ്ടി തൊട്ടടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബാർ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓളം എനേബിൾ ചെയ്ത് വെച്ചാൽ പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ബാറിൽ തന്നെ വരുന്നതായിരിക്കും. അപ്പൊ കൂടുതലൊന്നും പറഞ്ഞു തരുന്നില്ല. മറ്റൊരു വീഡിയോ കണ്ടുമുട്ടുന്നവരെ ബൈ ബൈ.